ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുകയും നിയമസഭയിൽ അവതരിപ്പിച്ച് ബില്ലാക്കുകയും വേണമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.ജെ. ദേവസ്യ പറഞ്ഞു. റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നടത്തിയെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. വാമൊഴിയല്ലാതെ ജനങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കണമെന്നും വിഷയം സർക്കാർ ഗൗരവമായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും കെ.ജെ. ദേവസ്യ ഷെക്കന ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, മാണി ഗ്രൂപ്പിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങയുടെ ഒരു പ്രസ്താവന ഏത് രീതിയിലാണ്, എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇത് പറയാൻ കാരണമായത്? കാരണം സഭയുടെ അതുപോലെ സംഘടനകളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. കാരണം ഒരുപാട് കാലമായി എല്ലാവരും പറയുന്നു ജെ.ബി. കോശി കമ്മീഷൻ പുറത്തുവിടണമെന്ന്. പക്ഷേ ഒരു കാലത്തും പുറത്തുവിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പറയുന്നു ഇത്രയും 220ഓളം കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുന്നു. എന്തെങ്കിലും ബെനഫിറ്റ് സമുദായത്തിന് ഉണ്ടായോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആർക്കും അത്ര വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഒരു കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങൾ അത് ധാരാളം ശരികളായിരിക്കാം, ചില പാവപ്പിഴകൾ ഉണ്ടാകാം. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഏത് വിഭാഗത്തിനാണോ ഇത് ആവശ്യം അവരെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ബഹുജനങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വി.പി. സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് അദ്ദേഹം പുറത്തുവിട്ട സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള പിന്നോക്ക വിഭാഗം ജനങ്ങൾ അത്രയും കാലത്തെ ഭരണപരിധിയിൽ ഇല്ലായിരുന്നു, അവരെല്ലാം മറിച്ചായിരുന്നു. ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ ഒരു വലിയ വിഭാഗം വരുന്ന ജനങ്ങളും തമ്മിൽ യാതൊരു അടുപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേരളത്തിൽ CPM അടക്കമുള്ള പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചു. ഞാൻ സൂചിപ്പിച്ചത് കമ്മീഷന്റെ കണ്ടെത്തലുകൾ സുതാര്യമായിരിക്കണം. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷൻ വെച്ചത് നിശ്ചയമായും സ്വാഗതാർഹമാണ്. ആ കമ്മീഷന്റെ തെളിവെടുപ്പുകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളും അതുപോലെ തന്നെ അതിന്റെ ശരിയും തെറ്റും സുതാര്യതയും ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നടന്നു കാണുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ പാർട്ടി ഘടകം, ഒരു നിയോജകമണ്ഡലം ഘടകം ഇങ്ങനൊരു അഭിപ്രായം പത്രങ്ങൾക്ക് കൊടുത്തത്. മറ്റൊരു കാര്യം നമുക്കറിയാം, അന്ന് ഈ കമ്മീഷനെ വെക്കുന്ന സമയത്ത് എല്ലാ പള്ളികളിലും വിളിച്ചു പറഞ്ഞിരുന്നു ഈ കമ്മീഷനുമായിട്ട് സഹകരിക്കണമെന്ന്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് ആളുകൾ എഴുതിക്കൊണ്ട് പോയി. എന്ന് വെച്ചാൽ ഞാൻ അത് ഉദ്ദേശിച്ചത് ഓരോ മനുഷ്യനും ഇന്നും ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്, എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനും അത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ണിൽ പൊടിയിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ തീരുന്ന കേസ് കെട്ടാണോ ഇത്? എന്തായിരിക്കും സർക്കാർ ഉദ്ദേശിച്ചതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ലാതെ സർക്കാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാരായിട്ട് അഭിനയിക്കുന്നത്. ഫലത്തിൽ ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ നമ്മളെ ഒരു സർക്കാരിന് അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും. ഇവിടെ പലപ്പോഴും ഉദ്യോഗസ്ഥർ മെനഞ്ഞെടുക്കുന്ന പല കഥകളുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ സുതാര്യമായിരിക്കണം ഇത്രയും വാർത്താ മാധ്യമങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സുതാര്യമായി ചെയ്യേണ്ടതാണ്. ആ സുതാര്യത നഷ്ടപ്പെടുത്തുന്നു. സുതാര്യത നഷ്ടപ്പെടുമ്പോൾ വരും. അതുകൊണ്ട് ഇനിയാണെങ്കിൽ ഗവൺമെന്റ് നല്ല തീരുമാനം എടുക്കണം. ഗവൺമെന്റ് ചെയ്ത കാര്യം നല്ലതാ, പക്ഷേ അതിന്റെ തുടർ നടപടി ഉണ്ടായില്ല. തുടർ നടപടി പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നത് സുതാര്യതയുടെ ഒരു വ്യക്തതയുടെ കുറവ് ഗവൺമെന്റിന് ഇപ്പോഴും ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നാണോ? ഗവൺമെന്റ് വളരെ പ്രയാസകരമായിട്ടുള്ള പരീക്ഷയുള്ള കാര്യമാണ്. പുറത്തുവിട്ടാൽ കേൾക്കാം പറഞ്ഞോളൂ. ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. അതിന്റെ പോരായ്മകളും നല്ല വശങ്ങളും എല്ലാം ജനം ചർച്ച ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അതിൽ നടപടിയെടുക്കേണ്ടതെന്ന് ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് സംവരണ കാര്യങ്ങളും
ആ മാതിരിയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിടത്തോളം ഉള്ളത്. അതിലൊക്കെ കുറേ കൂടെ വ്യക്തത വരുത്തണം. തീരുമാനങ്ങളാവണം. തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ തീരുമാനമായി തന്നെ വരണം. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ ടേമിൽ ഇതിന് തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ അത് ഒരുപക്ഷെ ഗവൺമെന്റിന് തന്നെ ഇപ്പം കോൺഗ്രസിന് ഇപ്പൊ ഘടകകക്ഷികൾക്കടക്കം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതൊരു പ്രത്യാഘാതം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. മറ്റാരും വെച്ചില്ലല്ലോ. ഈ ഗവൺമെന്റിലെ ഒരു കമ്മീഷനെങ്കിലും വെച്ചിട്ടുള്ളൂ. പ്രത്യാഘാതമോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഒരു ചെയ്തിയുടെ പിഴവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ആ നിലയിൽ കരുതണ്ട. ഇനിയാണെങ്കിലും സമയമുണ്ടല്ലോ, ഇപ്പോൾ ചെയ്താലും മതി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിലേ വരുന്നത് ഈ ഒരു വിഷയത്തിൽ? ഇതിപ്പം ഈ കമ്മീഷൻ വെച്ച് കഴിഞ്ഞിട്ടും അതുപോലെ അതിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായതല്ലേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ പോലും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു നീക്കം നടക്കാൻ പോലും ഒരു താമസം വരുന്നതിന്റെ കാരണം എന്തായിരിക്കാം? നമ്മുടെ രാജ്യത്ത് ഇന്നും ബ്യൂറോക്രസി വളരെ ശക്തമാണ്. പ്രത്യേകിച്ചും ഒരു സംഘടിത രൂപമുള്ള ബ്യൂറോക്രസിയാണ് കേരളത്തിലുള്ളത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പലരും വഴിപ്പെടേണ്ടി വരുന്നു. അതാണ് വിഷയം. അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോ സംസാരിക്കുന്നില്ല. ഇത് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെന്റും സജീവമായ ശ്രദ്ധ കൊടുത്ത് ഈ കാര്യങ്ങൾക്ക് ഒരു അന്വർത്ഥമായ നടപടി ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതുവരെ അതുപോലെ ഒരു പരിശ്രമം നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണോ? ഇങ്ങനെയാണല്ലോ കാലതാമസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലും കേരളത്തിലും എത്ര കമ്മീഷനെ വെച്ചു. ഇതിപ്പോ നമ്മൾ കമ്മീഷന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെങ്കിലും ആ പേപ്പറുകൾ ഉണ്ടല്ലോ. എത്രയോ കമ്മീഷനുകളെ വെച്ച് ഇത് കാണാതെ പോയിരിക്കുന്നു. നമ്മുടെ ബ്യൂറോക്രസിയുടെ അഴിഞ്ഞാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. ഒരുപാട് നന്ദി അങ്ങ് സംസാരിച്ചു. താങ്ക് യു.